ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ല കേട്ടോ. എൻ്റെ കുഞ്ഞു ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ചാനലാട്ടോ. അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണിയെ കുറിച്ചാട്ടോ. ഈ വീഡിയോ ചിലപ്പോൾ ഒത്തിരി ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പം ചിലപ്പോൾ ഞാൻ പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള ഇതിലായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പം മാക്സിമം ഇതിൻ്റെ അകത്ത് കവർ ചെയ്യാനായിട്ട് നോക്കാം, പക്ഷെ പറ്റത്തില്ല, കാരണം ഒരു നീണ്ട ജേർണിയാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികളില്ലാത്ത ആൾക്കാർ നിർബന്ധമായിട്ടും എൻ്റെ ഈ പാർട്ട് 1 പാർട്ട് 2 എല്ലാം കാണണം കേട്ടോ. കാരണം നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ അതേ അവസ്ഥയിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആകട്ടെ എന്ന് കരുതി ഞാൻ ചെയ്യുന്ന വീഡിയോയാണ്. അപ്പം കുട്ടികളില്ലാത്ത ആൾക്കാർ നിർബന്ധമായിട്ടും എൻ്റെ വീഡിയോ കാണണം, ഫുള്ളായിട്ട് കാണണം കേട്ടോ. അല്ലാത്തവർക്കാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാൻ താല്പര്യമില്ലെങ്കിൽ കാണണ്ട കേട്ടോ. കാരണം ഇതെൻ്റെ പ്രഗ്നൻസി സ്റ്റോറി മാത്രമല്ല ഞാനീ പറയുന്നത്, എൻ്റെ ഒരു ജേർണി കേട്ടോ. ഒരുപാട് സാക്രിഫൈസും അതുപോലെ തന്നെ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള സന്ദർഭങ്ങളും എല്ലാം കടന്നു വന്ന കുറേ സന്ദർഭങ്ങളും ഒരു 5 വർഷത്തെ കാര്യങ്ങളാട്ടോ ഇതിൻ്റെ അത് സംസാരിക്കാൻ പോകുന്നത്. പിന്നെ ഞാനിപ്പോൾ വീഡിയോ ഒക്കെ മാക്സിമം ലോങ് വീഡിയോസ് ഒക്കെ കുറവാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്യുന്നതിന് രാത്രിയിലായിരുന്നു ഷൂട്ട് ചെയ്യുന്നത്, കുട്ടി ഉറങ്ങിയതിന് ശേഷം കേട്ടോ. കാരണം ഷോർട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് രാവിലെ എടുക്കാൻ പറ്റും, പക്ഷേ ലോങ് വീഡിയോസ് ഒക്കെ നമുക്കിങ്ങനെ സംസാരിക്കുന്നതൊക്കെ കുട്ടി ഉറങ്ങിയതിന് ശേഷം മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ചെറിയ ഇപ്പം എഴുന്നേക്കുവാണെങ്കിൽ ചെറിയ കാർച്ചയൊക്കെ കേട്ടാലും ഒന്ന് ക്ഷമിക്കാം. അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, പ്രഗ്നൻസി ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1 ഇയർ ഒക്കെ കഴിയുമ്പം ഞാൻ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പം മാക്സിമം പെട്ടെന്ന് പറഞ്ഞു പോവാം, പക്ഷേ ഈ ഒരു വീഡിയോയിൽ തീരുമെന്ന് തോന്നുന്നില്ല കേട്ടോ. മാരേജ് ഒക്കെ കഴിഞ്ഞ് 1 വർഷം നമ്മൾ അടിച്ചു പൊളിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെയാണ് നമ്മൾ ഒരു കുട്ടീനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. പക്ഷെ അപ്പോഴാണ് നമ്മുടെ വില്ലൻ എന്ന് പറയുന്ന PCOS അല്ലെങ്കിൽ PCOD എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മുടെ വില്ലൻ വന്നത് കേട്ടോ. അങ്ങനെ 1 ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രഗ്നൻസി നോക്കിയപ്പോൾ ആയിട്ടില്ല, പക്ഷേ പീരീഡ്സ് ആവുന്നില്ല. അപ്പം നോർമലി പീരീഡ്സ് ആകാതെ വരുമ്പോൾ നമ്മളെല്ലാവരും നോർമലി ചിന്തിക്കുന്നുണ്ട്, പ്രഗ്നൻ്റ് ആണോ എന്നല്ലേ ചിന്തിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോഴത്തേനാണ് അറിയുന്നത് ഈ PCOD ആണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് മനസ്സിലാക്കി ഞാൻ. അതിനുശേഷം ഞാൻ PCODക്കായിട്ട് ആദ്യമേ കുറേ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞാൻ ഒരുപാട് അങ്ങനെ എലാബറേറ്റ് ചെയ്ത് പറയുന്നില്ല കേട്ടോ. കാരണം PCODക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയി, ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ചു. പക്ഷെ PCOD ഫുള്ളായിട്ട് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. അതായത് PCOD എന്ന് പറയുന്ന സംഭവം കൺട്രോൾ ചെയ്യണമെങ്കിൽ ഭയങ്കര ഇതാണ്. ഫസ്റ്റ് നമ്മൾ ഡയറ്റ് എടുക്കണം, എക്സസൈസ് എടുക്കണം, നമ്മുടെ ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. അതായത് ഫാറ്റി ആയിട്ടുള്ള സാധനങ്ങളൊന്നും, നമ്മൾ ഫാറ്റുള്ള സാധനങ്ങളൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല. ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരും. അപ്പം ഞാൻ ഈ ആശുപത്രിയിലൊക്കെ പോയി ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചു, പക്ഷേ ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിച്ചിട്ടൊന്നും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു 3 വർഷമെങ്കിലും നമ്മൾ ഈ പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ട് പല ഹോസ്പിറ്റലുകളിൽ പോയി. ഈ കോട്ടയത്ത് തന്നെയുള്ള ഹോസ്പിറ്റലുകളിലൊക്കെയാണ് നമ്മൾ പോയിട്ടുള്ളത്. പക്ഷെ ഒരു ഫലവും ഉണ്ടായിട്ടില്ല. PCOD ആണെങ്കിൽ മാറിയിട്ടുമില്ല. പീരീഡ്സ് ആകും, പക്ഷെ ഇറഗുലർ ആയിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം വണ്ണം വെക്കുമായിരുന്നു. അപ്പം വണ്ണം വെക്കുന്ന നമ്മുടെ ഹോർമോണൊക്കെ മാറുന്നതിൻ്റെ ഫലമായിട്ടാണ് വണ്ണം വെക്കുന്നത്. ഈ PCOD മാറിയാൽ മാത്രമേ നമുക്ക് പ്രഗ്നൻസി നടക്കത്തുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ കേട്ടോ. അവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ PCOD മാറ്റിയത്. അപ്പം അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. അപ്പം നമുക്ക് മെയിൻ പ്രഗ്നൻസി എങ്ങനെ ആയത്, അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ആയത്, ആ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിനകത്ത് പറയുന്നത്. അപ്പം അങ്ങനെ PCOD മാറി കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ആയുർവേദ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേന് ട്രീറ്റ് ചെയ്തപ്പോഴത്തേന് PCOD മാറി. പക്ഷേ നമ്മുടെ ഹാർഡ് വർക്കും ഇതും കൊണ്ട് മാത്രമേ നമുക്കിതൊക്കെ മാറ്റാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ ഈ PCOD ഒക്കെ ഒരു 3 വർഷം എടുത്തു. ഈ PCODയും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഹോസ്പിറ്റലിലെ മരുന്നുകളും
ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സും, ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഫെയിലിയർ ആവും, വേറൊരു ഹോസ്പിറ്റലിൽ പോകും. കാര്യം പ്രഗ്നൻസിക്ക് വേണ്ടിയാണ് പോകുന്നത്. കാരണം നാട്ടുകാരുടെ ചോദ്യങ്ങൾ, പിന്നെ എല്ലാവരുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയൊക്കെ, വീട്ടുകാർ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നാട്ടുകാരങ്ങനല്ല. ഞാൻ എവിടെ ചെന്നാലും എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് കുട്ടികളായില്ലേ, കുട്ടികളായില്ലേ, ഈ ഒരു വാക്ക്, ആ ഒരു വാക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് നമ്മളെ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ നാട്ടുകാരുടെ വായ അടയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇവരുടെ ഈ ക്വസ്റ്റ്യൻസ് കാരണം ആകെ പണിയാനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ചില സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് പോകുമ്പോഴത്തേന് പല ആൾക്കാരാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ. അപ്പം മിക്കവർക്കും പിള്ളേരൊക്കെ കാണും. അപ്പം എല്ലാവരും നമ്മളോട് ഇങ്ങനെ ചോദിക്കും, കുട്ടികളായില്ലേ, കുട്ടികളായില്ലേ. പിന്നെ കുട്ടികളായില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ ചില കാര്യങ്ങളിൽ നമ്മളെ മാറ്റി നിർത്തും. അപ്പം നമുക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യും. എനിക്ക് അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് വലിയ വലിയ സിറ്റുവേഷൻസ് അല്ല, പക്ഷെ ചെറിയ ചെറിയ സിറ്റുവേഷൻസ്, അതായത് എൻ്റെ വർക്കിംഗ് സ്ഥലത്തെ സിറ്റുവേഷൻസും ഒക്കെ. അപ്പം എല്ലാം ഞാൻ പറയുന്നില്ല ഈ വീഡിയോയ്ക്കകത്ത്, കാരണം ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്തു. അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു വാശി വന്നത്, എങ്ങനെയെങ്കിലും പ്രഗ്നൻ്റ് ആവണം, അതാണ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആകണം എന്നുള്ള മനസ്സിലിങ്ങനെ കിടക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയതും ട്രീറ്റ്മെൻറ്റ് എടുത്തതൊക്കെ. പക്ഷെ ഓരോ തവണ പോകുമ്പോഴും നമുക്ക് നെഗറ്റീവ്, അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഡെസ്പാവും. കാരണം സങ്കടം, ആയില്ലല്ലോ എന്നുള്ള എത്ര കിറ്റുകൾ ഒക്കെ നോക്കി എല്ലാ ദിവസവും ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേന് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ സങ്കടപ്പെടും. ഇത് മാത്രമേ നടക്കാറുള്ളൂ. പിന്നെ ഈ കുറേ ലീവുകൾ, കാരണം ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കാൻ പോകണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലീവും വേണം, അതുപോലെ അത്യാവശ്യം നന്നായിട്ട് പൈസയും വേണം. കാരണം കുറച്ച് നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന മുഴുവൻ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം വേറെ മാർഗമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ കുറേ നാൾ അങ്ങനെ പോയി. അപ്പം കുറേ എക്സ്പെൻസും പോയി, കാരണം പൈസ മുഴുവൻ പോകുന്ന വഴി അറിയുന്നില്ല. അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടി ആണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ഞാൻ പിന്നെ എല്ലായിടത്തും പിന്നെ ഞാൻ കുറേ കഴിയുമ്പോൾ ഒരു 4 വർഷമൊക്കെ ആകാറായപ്പോഴത്തേന്, മാരേജ് കഴിഞ്ഞിട്ട് 4 വർഷമൊക്കെ ആയപ്പോഴത്തേന് ഞാൻ പിന്നെ അധികം ഫങ്ഷൻസിനൊന്നും അങ്ങനെ പോകാറില്ല. അതായത് കുട്ടികളുടെ 28 കെട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പോകാറില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മറ്റുള്ളവരെ. അതായത് ഈ കുട്ടികളുടെ 28 കെട്ട് എന്നൊക്കെ പോകുമ്പോൾ നോർമലി ക്വസ്റ്റ്യൻസ് വരും. അപ്പം അതുകൊണ്ട് ഞാൻ ആ പോക്കങ്ങ് നിർത്തി. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു. കാരണം ആളുടെ ഒരു ഇത് കാരണമാണ് എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റിയത്. ഓരോരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും പൈസ മുടക്കുന്നതും ഒക്കെ. അപ്പം ആളുടെ സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഇപ്പം ഇത് സക്സസ് ആയിട്ടുള്ളത്. അങ്ങനെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ മടുത്തു. അതായത് കുറേ ഹോസ്പിറ്റലിൽ പോയി, എല്ലാത്തിനും IVF ഒക്കെ, അതുപോലെ കോട്ടയത്തൊക്കെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് IVF മാത്രമേ പറ്റത്തുള്ളൂ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ കാരണം നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് 1 ഇയർ, അത് ഞാൻ പറയാൻ മറന്നു കേട്ടോ, എനിക്ക് 1 ഇയർ കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാരിങ് ആയിട്ട് അബോർഷനായി പോയതാണ്. പിന്നെ ആകുന്നില്ല. അതാണ് എനിക്ക് പറ്റിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് പ്രഗ്നൻ്റ് ആയിട്ടേ ഇല്ലെന്നല്ല, 1 ഇയർ കഴിഞ്ഞപ്പോൾ ആയി, പക്ഷേ അബോർഷനായി, പിന്നെ ആയിട്ടേ ഇല്ല. അതായിരുന്നു പ്രശ്നം. അപ്പം പ്രഗ്നൻ്റ് ആകാത്ത ഒരാളല്ലല്ലോ, പക്ഷെ ആകുന്നില്ല. ഹോസ്പിറ്റലുകളിൽ ഇപ്പം അവർ വലിയ കൂടിയ IVFൻ്റെ കാര്യങ്ങൾ മാത്രമേ ഇവർ പറയത്തുള്ളൂ, അല്ലാതെ നമുക്ക് ആക്കത്തില്ല എന്ന് വരെ പറഞ്ഞ ഹോസ്പിറ്റലുകളും ഉണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര ഡെസ്പായ ഒരുപാട് സിറ്റുവേഷൻസും കാര്യങ്ങളുണ്ട്. അതായത് ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര വീക്കായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. എന്തൊക്കെ വന്നാലും ശ്രമിക്കാം. ആ ഒരു കോൺഫിഡൻസ് അത് എനിക്ക് ഉള്ളിൽ നിന്ന് എവിടുന്നോ കിട്ടിയതായിരുന്നു. പിന്നെ കുറേ പ്രാർത്ഥനകൾ, വഴിപാടുകൾ, അങ്ങനെയൊക്കെയായിരുന്നു ജേർണി എന്ന് പറയുന്നത്. അപ്പം ഞാനിത് ചുരുക്കി പറയുക. പിന്നെയെന്ന് വെച്ചാൽ 5-ാം വർഷം എന്നെ സംബന്ധിച്ച് 5-ാം വർഷമല്ല, 4 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു പുതിയ അടുത്ത് വർക്ക് ചെയ്യുന്നിടത്ത് ഞാനൊരു ചേച്ചിനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പം ആ ചേച്ചി വഴിയാണ് ഞാൻ ഈ ഹോസ്പിറ്റലിനെ പറ്റി കേൾക്കുന്നത്. ഓൾറെഡി എനിക്കറിയാം, പക്ഷേ ഇവിടെ ഭയങ്കര പൈസയാകും, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ പോയാൽ നടക്കുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം ഈ ചേച്ചിക്ക് കുറേ വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടികളുണ്ടായെന്ന് പറഞ്ഞപ്പോഴത്തേന് ഈ ചേച്ചി പറഞ്ഞത് പ്രകാരം ഞാനും ഹസ്ബൻഡും കൂടെ അറ്റ് ദി എൻഡ് എന്നുള്ളൊരു രീതിയിൽ, കാരണം ആ ഹോസ്പിറ്റൽ ഭയങ്കര ഫേമസ് ആണ്,
അതിൻ്റെ പേരാണ് സബൈൻ കേട്ടോ. നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും, പക്ഷെ ഇവിടെ പോയിട്ട് കുറേ പേർക്ക് സക്സസ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് സക്സസ് ആയിരുന്നു. പക്ഷെ ഭയങ്കര കഷ്ടപ്പാടുകൾ കേട്ടോ. നമ്മളിപ്പോൾ ചുമ്മാ ഒന്ന് അവിടെ പോയാലും അതായത് നമുക്ക് ക്ഷമ, അത് നമുക്ക് നന്നായിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ. കാരണം അത്യാവശ്യം അവിടെ സ്റ്റേയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, റൂമൊക്കെ കിട്ടും. പുറത്തൊക്കെ ഇഷ്ടമുള്ള റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്യാം. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം, എല്ലാം കൂടെ ഇതിൽ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ പേരാണ് പറയുന്നത്, സബൈനിലാണ് ഞാൻ പോയത്. അപ്പം മൂവാറ്റുപുഴയാണ് സബൈൻ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഒരു 1 ഇയർ, എനിക്ക് ആദ്യമേ പോയപ്പോൾ തന്നെ അവർ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും കേട്ടോ. പിന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ കുട്ടി ഉണ്ടാവാത്തത് എന്നുള്ള അവർ ഫസ്റ്റ് കണ്ടുപിടിക്കും. അതിന് 2 പേരെ, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഫുൾ ടെസ്റ്റുകൾ അവർ ഫസ്റ്റ് ഡേ തന്നെ ചെയ്യും. എന്നിട്ടാണ് അവർ ആ കൺക്ലൂഷനിൽ എത്തുന്നത് എന്തുകൊണ്ടാണ് ആവാത്തത്. അപ്പം അങ്ങനെയാണ്. ഇപ്പം പിന്നെ അവർ ചിലപ്പോൾ തന്നെ നമ്മളോട് ലാപ്രോസ്കോപ്പിയും കാര്യങ്ങളൊക്കെ പറയും ചെയ്യാനായിട്ട്. അപ്പം അത് നമ്മൾ പോയി ചെയ്യണം. അപ്പം അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. എനിക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്തു. പിന്നെ ട്രീറ്റ്മെൻറ്റ്സ്, മെഡിസിൻസ് ഒക്കെ തരും. ഷടപടാന്ന് ഒരു 3 months ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനെ, നമ്മൾ പോയിട്ട് ഒരു 3 months ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ക്യാരിയിങ് ആയി കേട്ടോ. പക്ഷേ ആയത് ട്യൂബിലായിരുന്നു പ്രഗ്നൻസി നടന്നത്. പക്ഷേ അപ്പം ഒരു ട്യൂബ് റിമൂവ് ചെയ്യേണ്ടി വന്നു. 2 പ്രഗ്നൻസി ആയിരുന്നു. അപ്പം പക്ഷേ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ 2 പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു കേട്ടോ. വീണ്ടും ലാപ്രോസ്കോപ്പി ചെയ്തു. അതായത് ഒരു 3 months ഡിഫറൻസ് വെച്ച് ലാപ്രോസ്കോപ്പി 2 തവണ ചെയ്തു. ഇപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് അത് റിമൂവ് ചെയ്തു. കാരണം പ്രഗ്നൻ്റ് ആയല്ലോ, ആ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. പക്ഷെ അതായത് അതിന് ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് റിമൂവ് ചെയ്തപ്പം. പക്ഷെ അതോർത്ത് എനിക്ക് നല്ല സങ്കടമുണ്ട്. എന്നാലും ഒരു പ്രതീക്ഷയുണ്ട് വീണ്ടും ആകും എന്ന്. ഒന്നുമില്ലെങ്കിൽ ഇത്രയും നാളും ഒരു 4 വർഷം, ആദ്യത്തെ വർഷമായി അത് അബോർഷനായി പോയി. അതും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടായിരുന്നു, ജസ്റ്റ് നോർമൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് എഗെയിൻ 2 പ്രഗ്നൻസി ആയത്. അപ്പോൾ അതിനുള്ള ഹാപ്പിനെസ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരുപാട് വേദനയും ഒരുപാട് കഷ്ടപ്പാടും ഞാൻ കുറേ അനുഭവിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ ഒരു 3 months 4 months ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് വീണ്ടും പ്രഗ്നൻ്റ് ആയി. അതായത് നിങ്ങൾ ഓർത്തോണം, ഒരു ട്യൂബ് റിമൂവ് ചെയ്തു, പിന്നെ ഒരു ട്യൂബിലൂടെയാണ് ഈ പ്രഗ്നൻസി നടക്കുന്നത് കേട്ടോ. അത് ഭയങ്കര ഒരു ദൈവത്തിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് നടന്നത് കേട്ടോ. അപ്പം ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം. കാരണം ഞാനിത് വളരെ ലിമിറ്റായിട്ട് ഏത് ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ അവിടുത്തെ ജസ്റ്റ് എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാനിതിൽ പറയുള്ളൂ കേട്ടോ. കാരണം ഒത്തിരി ലെങ്ത് ആയിട്ട് ബോറടിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ലാപ്രോസ്കോപ്പി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 2 പ്രഗ്നൻസിയുടെ ലാപ്രോസ്കോപ്പി കഴിഞ്ഞിട്ടാണ് ഇത് ക്യാരിങ് ആവുന്നത് കേട്ടോ. ഭയങ്കര ഒരു മിറാക്കിളായിരുന്നു. കാരണം നമ്മളിപ്പോൾ നടക്കുകയില്ല അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയവരോടൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുവാണ് ഈ വീഡിയോ. കാരണം എന്ന് വെച്ചാൽ നമുക്കതിനൊരു ഹോപ്പുണ്ട്, നമ്മളൊരു വിശ്വാസം, പ്രാർത്ഥന, കോൺഫിഡൻസ്, സപ്പോർട്ട്. ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ, ഇപ്പം അച്ഛൻ, അമ്മ, ആരുടെയും ഒരാളുടെ സപ്പോർട്ട് മതി. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഹസ്ബൻഡ്, ഫാമിലിയൊക്കെ സപ്പോർട്ടായിരുന്നു, എല്ലാവരും സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയത് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഒരു ജേർണി പ്രഗ്നൻസിയുടെ അങ്ങനെ ഇപ്പം കുട്ടിക്ക് 1 വയസ്സായപ്പോഴാണ് ഞാൻ നിങ്ങളോട് ഈ സ്റ്റോറി പറയുന്നത് കേട്ടോ. പലതവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പറയണോ വേണ്ടയോ, യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ പറയണമെന്ന്. കാരണം പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ ഇതിൻ്റെ അകത്ത് ഒരുപാട് പേരുടെ ഇതും വീഡിയോസൊക്കെ കണ്ട് ഞാൻ ഡെസ്പായിരിക്കുന്ന സമയത്ത് ഒരുപാട് പേരുടെ മോട്ടിവേഷണൽ വീഡിയോസ്, അതായത് പ്രഗ്നൻ്റ് കുറേ നാൾ കഴിഞ്ഞിട്ട് ആകുന്നവരുടെയൊക്കെ സ്റ്റോറീസൊക്കെ കണ്ടിട്ടാണ് ഞാൻ മോട്ടിവേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ സ്റ്റോറി ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ കരുതിയാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം പിന്നെ എനിക്ക് ചെയ്യണം തോന്നി. കാരണം നമ്മളിപ്പോൾ കുറേ സഫറിങ് ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തിയത്. അപ്പം ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ, ഇതിലൊരു അർത്ഥം ഉണ്ടല്ലോ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങളിപ്പോൾ ആർക്കെങ്കിലും ക്യാരിയിങ് ആവാനായിട്ട് ആഗ്രഹമുള്ളവർ, അതായത് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിലൊന്ന് നിങ്ങൾ പോയി നോക്ക്.
പിന്നെ ഞാൻ ഉറപ്പൊന്നും പറയില്ല, കാരണം എന്ന് വെച്ചാൽ എൻ്റെ കേസിൽ നടന്നു. ഒട്ടുമിക്ക പേരും നിങ്ങൾക്ക് റിവ്യൂ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഞാനീ പറയുന്നത്. കാരണം ആ ഹോസ്പിറ്റലുകാർക്കൊന്നും എൻ്റെ പ്രൊമോഷനൊന്നും വേണ്ട, ആവശ്യമില്ല. കാരണം അത്രയ്ക്ക് ഇതാണ് അവിടുത്തെ റീച്ച് എന്ന് പറഞ്ഞാൽ. അതായത് മിക്കവർക്കും ആയിട്ടുണ്ട് ആ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളത്. പക്ഷെ ഒരുപാട് ഈ പറഞ്ഞ ഒരുപാട് ബഡ്ജറ്റും കാര്യങ്ങളൊന്നും ആവത്തില്ല, എന്നാലും ആകും. കമ്പയർ ടു അതർ ഹോസ്പിറ്റൽ നോക്കുവാണെങ്കിൽ കുറവായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ക്ഷമ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് വേണം ഇവിടെ പോകുന്നവർക്ക്. കാരണം ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഡോക്ടറെ കാണാനൊക്കെ പറ്റത്തുള്ളൂ. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. കാരണം എല്ലാം കൂടി എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാനിപ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയത് എന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പാർട്ട് 1 ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പം ഇപ്പോൾ കുട്ടിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ എന്തായാലും ഇത് കണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പോകാൻ തോന്നുവാണെങ്കിൽ പോകുക കേട്ടോ. പക്ഷേ ഒന്ന് പ്രിപ്പയർ ആയിട്ട് വേണം പോകാനായിട്ട്. കാരണം അവിടെ ഇപ്പോൾ ചെല്ലുമ്പം തന്നെ നമുക്ക് ഒരുപാട് ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, കുറേ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. പിന്നെ മെയിൻ ഡോക്ടർ തന്നെ സബൈൻ എന്ന് പറഞ്ഞ സാറാണ്. ആ പുള്ളിനെയാണ് നമ്മൾ ആദ്യം കാണേണ്ടത് കേട്ടോ. ആ സബൈൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ് നമ്മളോട് സജസ്റ്റ് ചെയ്ത് നമുക്ക് ഏത് ട്രീറ്റ്മെൻറ്റ് വേണം എന്നൊക്കെ. അതിനുശേഷമാണ് നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെയൊക്കെ കാണാനായിട്ട് പോകുന്നത്. അതും കൂടെ ഓർക്കുക കേട്ടോ. ഞാൻ ഈ വക ഡീറ്റെയിൽസ് ഞാൻ സെക്കൻഡ് വീഡിയോയിൽ പറയാം. ഹോസ്പിറ്റലിലെ പ്രൊസീജിയർ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ PCODയുടെ കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അപ്പം പറയാം. അതായത് PCODയുടെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അത് ഞാൻ ആയുർവേദം കഴിച്ചിട്ടാണ് എൻ്റെ PCOD പൂർണ്ണമായിട്ട് പോയത് കേട്ടോ, അല്ലാതെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടല്ല. അപ്പം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയാം. അപ്പം ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ലെങ്ത് ആയി പോവും, ബോറിംഗ് ആയി പോവും. അപ്പം ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ഉള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത്രയാണ് പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം നമ്മുടെ പ്രതീക്ഷകൾ ഒരിക്കലും കൈവിടാതിരിക്കുക, അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. എല്ലാ പ്രതീക്ഷകളും നല്ലത് വരട്ടെ എന്ന്, നല്ലതിന് വേണ്ടിയിട്ടാവട്ടെ എന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.